ഈ മാസം മൊത്തം ചെലവാണ്. ചെലവ് കൂടിക്കൊണ്ടേ കുത്തിറക്കാണ്. കുഞ്ഞോളാങ്ങളുടെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള ബുദ്ധി നോക്കണം. കുഞ്ഞാപ്പോ ആ ഇമ്മ എത്ര ആലോചിച്ചിട്ടുണ്ട്? ആലോചിച്ചാൽ തന്നെയല്ലേ ഉള്ളൂ. എത്തപ്പത്? ഈ മാസം ചെലവ് കണക്കൂട്ടുമ്പോ കായ് പുടുത്തം വിട്ട് പോവണമ്മ. ആ തുടങ്ങിയോനെ പറച്ചില്. അതിന് കാരണം വേറെ ഒത്തുമല്ല. 10-15 ദിവസമായിക്കണല്ലോ കുഞ്ഞോളെ ആങ്ങളെ ഇവിടെ വന്ന് കൂടിയിട്ട് വിരുന്ന് പറഞ്ഞ്. കുഞ്ഞാപ്പോ മെല്ലെ പറയട കേക്കും. കേട്ടോട്ടെ കേട്ടയച്ചിട്ട് ചെറിയ കുഴപ്പമില്ല. ഓന്റെ കുഞ്ഞാപ്പോൾ ആങ്ങളൊരു പാവാണ്. അതൊരു പച്ചയാണേ. ഒരു ഏറ്റത്തിനും തോറ്റത്തിനും ഇല്ല. കുഞ്ഞോളെ വല്യാക്ക വന്നാരാണ് അതൊരു പെരയും കൂടി ആയത്. ഒച്ചപ്പാടും കളിയും ചീറും എന്തോ രസം അവന്റെ വർത്താനം ഇതാക്കാ. എനിക്കതൊന്നും പറ്റൂല. ഇനി എനിക്ക് ഓനോട് പറഞ്ഞേക്കണം. ഓരോ ചെലവിന്റെ അത് ഇതൊക്കെയാണ് പറഞ്ഞു കണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഒരു ചാക്ക് അരി ഇറക്കി. നമ്മളാകെ ഒരു ദിവസം 3 നായി അരി ഇല്ല ഇടല്. ആ ഇപ്പനെക്കൊണ്ട് ഞാന് ഇപ്പൊ 10 നായി ഇട്ടാലും തയ്യണില്ല. ആ കുഞ്ഞോള് കേട്ട എത്തിരി നന്നടാ. അത് ഇവിടെ കുത്തർക്കാനായിക്കോജ്. നിങ്ങളും മുണ്ടാതെ കുത്തിറക്കി. ഞാൻ കുഞ്ഞോളോട് 4 വർത്താനം പറയട്ടെ. എവിടെ കുഞ്ഞാപ്പ അടങ്ങിയൊക്കെ. നിങ്ങളൊത്തും പറയണ്ട. ഇമ്മാനോട് ഡയലോഗ് അടിച്ചും ചെയ്തു. കുഞ്ഞോളെ കണ്ടിട്ട് പറയാനും തോന്നണില്ല. ഏതെങ്കിലും മുട്ടി നോക്കാം. ഓളെ മറുപടി പോസിറ്റീവായ മതിയായിരുന്നു. എന്റെ ബ്ലഡ് പോലെ പോസിറ്റീവ്. കുഞ്ഞോളെ തേങ്ങ ചെന്തിയ എനിക്ക് മനസ്സിലായി. നിങ്ങൾ തേങ്ങാപ്പൂളിന് തന്നതല്ലതാ. തേങ്ങാപ്പൂള തന്നാളെ. അല്ല കുഞ്ഞോളെ, ഞാൻ ഈ മാസം ലാസ്റ്റ് ചെലവ് കണക്കൂട്ടി നോക്കിയപ്പോ ഭയങ്കര ചെലവ്. ഞമ്മക്ക് ചെലവുണ്ടാവും. നമ്മള് കുട്ടികളും മക്കളും ആരൊക്കെ ഉണ്ട് ഇവിടെ? ചെലവന്നല്ലേ. അത് ശരിയാണ്. കുട്ടികളും മക്കളും കൂട്ടും കുടുംബൊക്കെ ആവുമ്പോ ചെലവുണ്ടാവും. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്താണ് പറഞ്ഞത്? വാലിഞ്ഞ് മൂക്കുടിച്ചാത്ത കാര്യം പറയും. കുഞ്ഞോളെ, ഞമ്മക്ക് സാമ്പത്തിക ഭദ്രത വേണ്ടേ? അപ്പൊ ഞമ്മക്ക് ഞമ്മളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കൊണ്ടെടുക്കണ്ടേ? വേണം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ. അല്ല കുഞ്ഞോളെ, അന്റെ വല്യാക്ക എന്നാ നീ പോണത്? എന്റെ അമ്മീ വല്യൊക്കെ പോവേ. അതിന്റെ നാത്തൂര് ഇവിടെ ഇല്ലല്ലോ. തെറ്റിപ്പോയതോ നിങ്ങൾക്ക് അറിയില്ലേ? ആരെ തിന്നാനും കുടിച്ചാനൊക്കെ കൊടുക്കാന്. അത് ഇവിടെ നിക്കട്ടെ. എന്റെ വല്യൊക്കെ ഉള്ളത് അച്ഛൻ സമാധാനം. അല്ല കുഞ്ഞോളെ, അളിയനുണ്ട് ആരോടെ ഫോണിൽ കൂടെ പറയണ്ടേ. ഞാൻ പെങ്ങളോടക്ക് വന്നിട്ട് 15 ദിവസമായില്ലേ, ഞാൻ ഇന്ന് പോവണേ തന്നെ. കുന്താണ്. വല്യൊക്കെ ഇവിടുന്ന് പോവും. പക്ഷെ എങ്ങനെയാണെന്നറിയോ? എന്റെ വല്യ നാത്തൂന് എന്നാണ് അങ്ങോട്ട് വരുന്നു അന്നാണ് അത് ഇവിടുന്ന് പോവുള്ളൂ. അല്ല അപ്പൊ നീ എന്നാ പോവുണ്ട്? അല്ലാത്ത മനസ്സ് മാറിയിട്ട് വെറ്റേ. എനിക്കറിയാലോ, ഞമ്മക്കിപ്പോ മാസം ഓരോ ചാക്ക് അരിയാണ്, ഓരോ ചാക്ക് പഞ്ചാരയാണ്, ഓരോ ചാക്ക് ചായപ്പൊടിയാണ്. അന്റെ വല്യാക്കൊന്ന് വന്നാരാണല്ലോ കുറച്ചും കൂടി ചെലവ് കൂടിയത്. അത് ആലോചിച്ചേ. വല്യാക്ക ഇവിടെ അന്നാരെ തടിയൊക്കെ മെലിഞ്ഞേക്കണു. എത്തപ്പ കാട്ടണു. അതല്ല റിയാസാദങ്ങൾ ഒറ്റ നോട്ടക്കുറവാണ്ടാണ് വല്യാക്ക ആകെ തടി മെലിഞ്ഞ ഈ കൊലത്തിലായത്. പിന്നാലെ ഞാൻ പിരിഞ്ഞതും പിന്നാലെ നീ പിരിഞ്ഞതും ഉമ്മാടെ പൊന്നു തുമ്പിയേ പൊന്നാരെ പൊന്നേ ബീവിയേ. ഞാനും അവളും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അവൾക്ക് എന്നോടും. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളാണ്, സംസാരിച്ച് തീരേണ്ട കാര്യങ്ങളാണ്. പറഞ്ഞ് ഇത്ര കത്തിച്ചില്ല നിങ്ങള്. അല്ല അല്ല പറ. ഓന്റെ കുഞ്ഞാപ്പോ ജോനെ നിലൊളിപ്പിച്ചല്ല. ഇമ്മ റിയാസാക്ക നിലവിളിപ്പിച്ചതല്ല. എന്റെ വല്യാക്കാന്റെ അഭിനയാണ്. അഭിനയം. കൽബ് എന്ന് പറഞ്ഞതീത്ത പാട്ടേ അത് പാടിയതാണ്. എന്റെ വല്യാക്ക ഒടുക്കും പോണില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ബേജാറാവണ്ട.
എൻ്റെ കുഞ്ഞാപ്പൂനെ ഗൾഫിക്ക് പറഞ്ഞേക്കേണ്ടി വരും. നാട്ടിൽ നിന്നാലൊന്നും ഇപ്പോൾ ഓൻ പറഞ്ഞ മാതിരി ചെലവ് കൊണ്ടെടുക്കാൻ കഴിയൂല. ഉമ്മ നിങ്ങളെത്തേ നോക്കിക്കണ്ട് എന്റെ പാസ്പോർട്ടിന്റെ എടുത്താണി. ഞാൻ നല്ല ജോലി ഉണ്ടാ നോക്കട്ടെ. വിസ അടിച്ചാൻ കൊടുക്കുക എത്താ കാട്ടാ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല.